അതിലുള്ള എല്ലാറ്റിനും വലിയ ബഹുമതികളുണ്ട് എന്ന് പറഞ്ഞാൽ ആ മാസത്തിലുള്ള ദിവസങ്ങൾക്ക്, സമയങ്ങൾക്ക് എല്ലാം വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതിലേറെ ആ മാസത്തിൽ എല്ലാറ്റിനോടുമുള്ള ബഹുമതി ലഭിച്ച മാസമായതുകൊണ്ട് എല്ലാറ്റിനോടും നമ്മൾ വലിയ ബഹുമാനം കാണിക്കണം എന്നുള്ളതാണ്. അല്ലാഹു തആല ബഹുമാനിക്കാൻ ആദരവിന് വേണ്ടി കൽപ്പിച്ച എല്ലാ വസ്തുക്കളോടും നമ്മൾ ആദരവും ബഹുമാനവും കാണിക്കുന്നത് പോലെ വിശുദ്ധമായ ഈ മാസത്തിൽ പ്രത്യേകമായി അതിന്റെ പവിത്രതകളെ ഉൾക്കൊണ്ട് മഹത്വം മനസ്സിലാക്കി അല്ലാഹുവിൽ നിന്നുള്ള കൂലിയും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വലിയ ബഹുമതിയുള്ള മാസമായി ഈ മാസത്തിനെ കാണണം. അപ്പോഴാണിത് ഷഹറുൽ മുഹറമായി മാറുന്നത്. റജബ് മാസം അല്ലാഹുവിന്റെ പവിത്രമായ മാസങ്ങളിൽപ്പെട്ട മാസമാണ്. ഈ മാസത്തിൽ വിശുദ്ധ ഇസ്ലാം നമ്മോട് പറഞ്ഞ ഒരുപാട് നേട്ടങ്ങളുണ്ട്, പവിത്രതകളുണ്ട്. മനുഷ്യരോട് അല്ലാഹു തആല ബഹുമാനിച്ച ആദരിച്ച വിഭാഗമാണ് മനുഷ്യർ എന്നുള്ളത്. ഒരുപാട് സൃഷ്ടിജാലങ്ങളിൽ നിന്ന് അല്ലാഹു തആല ബഹുമതി നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ വലഖദ് കറംനാ ബനി ആദം എന്ന് അല്ലാഹു തആല ഖുർആനിൽ വിശേഷിപ്പിച്ച വിഭാഗമാണ് മനുഷ്യർ. ഒരുപാട് ബഹുമതികൾ അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിൽ മനുഷ്യരെ കുറിച്ച് മാത്രം അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു ബഹുമാനിച്ച വിഭാഗമാണ് മനുഷ്യർ. സൂറത്തുൽ ബഖറയുടെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് കാണാം, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹുവിന്റെ പ്രതിനിധികളാണ് ഭൂമിയിൽ മനുഷ്യരെന്ന് അല്ലാഹു ഖുർആനിൽ പറയാണ്. മാത്രമല്ല മനുഷ്യനെ അല്ലാഹു തആല നേരിട്ട് സൃഷ്ടിച്ചു എന്ന് യാ ഇബ്ലീസു മാ മനക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്. ഇങ്ങനെ മനുഷ്യനെ കുറിച്ച് വിവിധ ഇടങ്ങളിലായി ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സൂറത്തു തീനിന്റെ 4-ാം ആയത്ത്. അല്ലാഹു തആല മനുഷ്യനെ വളരെ മനോഹരമായ രൂപത്തിലാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇങ്ങനെ നോക്കിയാൽ മനുഷ്യനെ കുറിച്ച് അല്ലാഹു തആല ബഹുമതിയുള്ള ആയത്തുകളെ നിരവധി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിച്ചല്ലോ, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ മനുഷ്യവർഗത്തിൽ അല്ലാഹു തആല വലിയ ബഹുമതി നൽകി. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് അല്ലാഹു തആല വലിയ അറിവ് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന് വേണ്ടി. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹു സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. നമ്മിലേക്ക് നേതാവായി, എല്ലാവർക്കും നേതാവായി പ്രവാചകന്മാരെ അല്ലാഹു തആല നേതാക്കന്മാരായി അയച്ചത് മനുഷ്യരിൽ നിന്ന്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സൃഷ്ടികൾ അല്ലാഹുവിനുണ്ടായിട്ട് എല്ലാം അല്ലാഹു തആല തെരഞ്ഞെടുത്തതും ഉന്നതങ്ങളിൽ എത്തി നിർത്തിയതും എല്ലാം മനുഷ്യരെയാണ്. അല്ലാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ. വിശുദ്ധ ഖുർആനിൽ ഇൻസാൻ എന്ന പേരിൽ, മനുഷ്യരെന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ. ഇങ്ങനെ മനുഷ്യന്റെ ബഹുമതിയും മഹത്വവും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ ഏറെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യർ എന്നുള്ളത് അല്ലാഹു തആല ബഹുമാനിച്ച വലിയ ബഹുമതിയുള്ള ഒരു വിഭാഗമാണ് എന്ന് മനസ്സിലായി. ആ മനുഷ്യരോടുള്ള ബഹുമാനം
നിലനിർത്തണം. അവിടെ മതം പ്രശ്നമല്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം സമാധാനത്തിന്റെ മതം, ശാന്തിയുടെ മതം. ആ ഇസ്ലാം സമാധാനം എന്ന് നാമം തന്നെ സമാധാനമാകുമ്പോൾ ആ മതം എപ്പോഴും മനുഷ്യരോടൊപ്പമായിരിക്കണം. മനുഷ്യരോടൊപ്പമായിരിക്കണം എന്ന് പറഞ്ഞാൽ ആശയത്തിലല്ല. അഫ്ളലുൽ അഅമാലി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഫ്ളലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ളു ഫില്ലാഹ്. ആശയത്തിൽ അല്ലാഹുവിന് ഇഷ്ടമുള്ളതെല്ലാം അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതിനോട് നമ്മൾ ദേഷ്യം വെക്കുക, വെറുപ്പ് വെക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ, മുഅ്മിനായ മനുഷ്യന്റെ കർമ്മം. എന്നാൽ മാനുഷിക മൂല്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരാൾ മനുഷ്യത്വം എല്ലാവരോടും കാണിക്കണമെന്നാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ മനുഷ്യത്വം മരവിച്ചു പോയ രീതിയിലാണ് സാംസ്കാരിക കേരളം എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകാനാകുന്നത്. കഴിഞ്ഞ ദിവസം ഡിസംബർ 17-നാണ് കേരളത്തിലെ അതിർത്തിയിൽ വെച്ച്, വാളയാറിൽ വെച്ച് ഛത്തീസ്ഗഡുകാരനായ ഒരു തൊഴിലാളി കേരളത്തിലേക്ക് ഒരു കമ്പനിയിലേക്ക് തൊഴിലിന് വേണ്ടി വന്ന ഒരു തൊഴിലാളിയെ നമ്മുടെ മലയാളികൾ അടിച്ചു കൊന്നത് നമ്മൾ വാർത്ത വായിച്ചു. എന്തിനാണ് അദ്ദേഹത്തെ അടിച്ചു കൊന്നത്? അദ്ദേഹം വല്ലതും മോഷ്ടിച്ചത് കൊണ്ടാണോ? അല്ല. അദ്ദേഹം ജോലി ചെയ്യാൻ വന്ന കമ്പനിയിലേക്ക് വഴിമാറിപ്പോയി. വേറെ ഒരു നാട്ടിലെത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം മലയാളിയല്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒരു കള്ളനാണ് എന്ന് അദ്ദേഹത്തിന്റെ മേലിൽ ചാപ്പകുത്തി. നാട്ടുകാര് ചോദ്യം ചെയ്തു. അദ്ദേഹം കളവ് നടത്തിയവനാണെന്ന് ആരോപണം ഉന്നയിച്ചു. അതിനിടയിൽ ഏതോ ഒരു വിദ്വേഷി വന്ന് നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് അടി തുടങ്ങി. അദ്ദേഹത്തെ അടിച്ചു കൊന്നുകളഞ്ഞു. ആ നടുറോട്ടിൽ രക്തം വാർന്നൊലിക്കുന്ന ആ മനുഷ്യനെ കൈയോട് ചേർത്തെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കേരളത്തിന്റെ ആ വളയാറിൽ നിന്ന് കടന്നു വന്ന ആ മനുഷ്യനെ, ആ രക്തമൊലിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വീഡിയോ എടുക്കാനല്ലാതെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും അവിടെ ഉണ്ടായില്ല എന്നാണ്. അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞു, 1000-ലധികം ഡെഡ് ബോഡികൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം ചതഞ്ഞരഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് പ്രയാസപ്പെട്ട ഒരു ബോഡി എന്റെ മുമ്പിൽ വേറെ വന്നിട്ടില്ല. ഇതാണ് കേരളം. ഇത് വേറെ എവിടെയല്ല, ഉത്തരേന്ത്യയിലല്ല. നമ്മുടെ കേരളത്തിനകത്ത് കഴിഞ്ഞ ഡിസംബർ 17-ന് നടന്നൊരു സംഭവമാണിത്. സാംസ്കാരിക കേരളം, മനുഷ്യത്വം മറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, 2018-ലാണ് അട്ടപ്പാടിയിൽ വെച്ച് മധു എന്ന് പറയുന്ന ഒരു ആദിവാസി സഹോദരൻ, അദ്ദേഹം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എന്തോ ഒരു വസ്തു എടുത്തു എന്നതിന്റെ പേരിൽ അവൻ അടിച്ചു കൊല്ലാണ്. അടിച്ചു കൊന്നുകളഞ്ഞു ആ തെരുവിലിട്ട് നമ്മുടെ മലയാളികൾ. ഞാൻ പറയുന്നു, വിശുദ്ധമായ ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് പറയുമ്പോൾ വിശപ്പിന്റെ പേരിൽ ഒരാൾ പശിയടക്കാൻ വേണ്ടി, വിശപ്പടക്കാൻ വേണ്ടി ഒരാൾ ഭക്ഷ്യവസ്തു ഒരു മനുഷ്യന്റേത് അനുമതിയില്ലാതെ എടുത്താൽ തന്നെ ഇസ്ലാമിന്റെ വിധി എന്താണ്? കട്ടവന്റെ കൈവെട്ടണമെന്ന് പറയുന്ന മതം പറയുന്നു, അവിടെ വിശപ്പിന് വേണ്ടിയാണ്, വിശപ്പകറ്റാനാണ് അവൻ എടുത്തുപോയതെങ്കിൽ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ് അവൻ ഭക്ഷണം മോഷ്ടിച്ചതെങ്കിൽ കൈവെട്ടാൻ പാടില്ല ഇസ്ലാം പറയുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, മനുഷ്യത്വം മറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? നമ്മുടെ കേരളത്തിൽ 85% ആളുകളും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്. ആ 85% ജനങ്ങളിൽ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉള്ളവരാണ്. 4-5 മണിക്കൂർ ഒരു ദിവസത്തിൽ മിനിമം എല്ലാവരും മൊബൈലിൽ തല താഴ്ത്തിയിരിക്കുന്നവരാണ്. 15 വയസ്സിന്റെയും 24 വയസ്സിന്റെയും ഇടയിലുള്ള ജനങ്ങൾ, യുവാക്കളും യുവതികളും 92% സമയവും ഈ സ്ക്രീനിലാണ് ചെലവഴിക്കുന്നത്.
ഇങ്ങനെ സ്ക്രീനിലേക്ക് തലതാഴ്ത്തിയിരിക്കുന്ന ഒരു മനുഷ്യന്, കേരള ജനതയ്ക്ക് എങ്ങനെയാണ് മനുഷ്യത്വം മനുഷ്യരോട് വിളിച്ചു പറയാനാകുന്നത്? പാവപ്പെട്ടവന്റെ നിലവിളി അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നിന്ന് തല ഉയർത്തി ഒന്ന് മുമ്പോട്ട് നോക്കണം. അപ്പോഴാണ് പാവപ്പെട്ടവന്റെ പ്രയാസങ്ങളെ കാണാനാകുന്നത്. ചെവിയിൽ തുറ്റുവെച്ച ഹെഡ്സെറ്റ് ഒന്ന് വലിച്ചെറിഞ്ഞ് മുമ്പോട്ട് തല ഉയർത്തി നോക്കുമ്പോഴാണ് പാവപ്പെട്ടവന്റെ വേദന കൊണ്ടുള്ള നിലവിളി കാണാനാകുന്നത്. പക്ഷെ ഇത് കാണാൻ ആരുമില്ല, ഇന്ന് തയ്യാറല്ല. നോക്കൂ നിങ്ങൾ, പ്രിയമുള്ളവരെ, വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു, ഈ റജബ് എന്ന മാസത്തിൽ മനുഷ്യരോട് നമ്മൾ ബഹുമാനം നൽകണം. മനുഷ്യർക്കുള്ള ബഹുമാനം നമ്മൾ നൽകണം. പരസ്പരം ബഹുമതിയുള്ളവരാകണം. ഇസ്ലാം ബഹുമാനിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ച ആളുകളുണ്ട്. അവരോട് വേണ്ട ബഹുമാനങ്ങൾ നമ്മൾ നൽകേണ്ടവരാണ്. വലിയവരെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ അധ്യാപകരെ ബഹുമാനിക്കണം, ഉസ്താദുമാരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇതെല്ലാം ഇന്നത്തെ സമൂഹം മറന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിൽ തലതാഴ്ത്തുന്ന പുതിയ ഒരു തലമുറക്ക് അധ്യാപകരോടുള്ള ബഹുമാനം എന്തെന്നറിയുന്നില്ല. കോളേജിന്റെ ക്യാമ്പസുകളിൽ ജയിലിൽ കഴിയുന്നത് പോലെയാണ് അധ്യാപകർ കഴിയുന്നത്. തന്റെ സ്റ്റുഡൻസിന്റെ മുമ്പിൽ ഭീതിയോടെയാണ് ടീച്ചിങ് നടത്തുന്നത്. എന്തേ അതിന് കാരണം? ബഹുമതി എന്ത് എന്ന് മറന്നുപോയിരിക്കുകയാണ് നമ്മുടെ തലമുറ. വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അധ്യാപകരെ ബഹുമാനിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, ആപ്പയെയും ഉമ്മയെയും നല്ല പോലെ ബഹുമാനിക്കണം, പ്രായമുള്ളവരോട് നല്ല ബഹുമാനം കാണിക്കണം. വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുമ്പോ ഈ റജബ് എന്ന മാസത്തിൽ, റജബ് വലിയ ബഹുമതിയുള്ള മാസമാണ്, എന്നാൽ ആ മാസത്തിൽ മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കാനും നമ്മളൊന്ന് തയ്യാറാകണേ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഇസ്ലാമിന്റെ പാഠങ്ങൾ എങ്ങനെ നമ്മൾ വായിച്ചാൽ മനുഷ്യൻ എന്ന നിലയിലുള്ള ബഹുമാനം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കുറ്റവാളി, അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്, ഇദാ സനത അമതുൻ അഹദികും ഫതബയ്യന സിനാഹാ ഫൽയജ്ലിദുഹൽ ഹദ്. ഒരാൾ വ്യഭിചരിച്ചു എന്ന വിവരമറിഞ്ഞു, അതിന്റെ തെളിവുകളെല്ലാം ബോധ്യപ്പെട്ടു, എന്നാൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവിടെ തങ്ങൾ പറയാണ്, അവിടെ വേണ്ട വിധികളെല്ലാം നടപ്പിലാക്കണം. വലാ യുസരിബ് അലൈഹാ, ആ കുറ്റവാളിയുടെ തെറ്റിന്റെ പേരിൽ നീ ഒരിക്കലും പിന്നെ പരിഹസിച്ചുകൂടാ. തെറ്റ് ചിലപ്പോ സംഭവിച്ചേക്കാം, ഒരാൾ ചിലപ്പോ മദ്യപാനിയായേക്കാം. നോക്കൂ നിങ്ങൾ, മദ്യപാനിയായ ഒരു മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മദ്യപാനിയായ ഒരു മനുഷ്യനെ പിടിച്ചു, എന്നിട്ടോ ആ മദ്യപാനിക്ക് വേണ്ട അടിയും ശിക്ഷയുമെല്ലാം നൽകി. അപ്പോഴതാ ആ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പറയുകയാണ്, ചില ആളുകൾ പറഞ്ഞു, പരിഹാസം വന്നപ്പോ മദ്യപാനിയായ മനുഷ്യനാണ്, കുറ്റം കൃത്യമായി ബോധ്യപ്പെട്ട മനുഷ്യനാണ്, ശിക്ഷ നടപ്പാക്കിയ മനുഷ്യനാണ്, ഒരർത്ഥത്തിലും ചെയ്തില്ല എന്ന് പറയാനൊരു വകുപ്പുമില്ലാത്ത മനുഷ്യനാണ്. ആ മനുഷ്യനെ കുറിച്ച് പരിഹാസം വന്നു പോയപ്പം ഉടനെ വിശുദ്ധ ഇസ്ലാമിന്റെ മനുഷ്യരുടെ നേതാവ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, ലാ തഖൂലു ഹകദാ ലാ തുഈനു അലൈഹി ശൈത്വാൻ. നീ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, നീ പരിഹസിക്കാൻ പാടില്ല. അത് ശൈത്വാന് നീ കൂട്ടുനിന്ന് കൊടുക്കലാണ്. ശൈത്വാനാണ് ആ മനുഷ്യനെ പിഴപ്പിച്ചു കളഞ്ഞത്. എന്നാൽ ആ ശൈത്താനിന്റെ പണി തന്നെ നീയും എടുത്ത് കളയരുത് മോനെ. അതുകൊണ്ട്
തെറ്റ് ചെയ്ത ഒരു മനുഷ്യനാണെങ്കിൽ പോലും മുസ്ലിമായ ഒരു മനുഷ്യൻ മറ്റുള്ള മനുഷ്യരോടുള്ള മനുഷ്യത്വത്തിന്റെ പേരിൽ നിങ്ങൾ ഒരാളെയും പരിഹസിച്ചുകൂടാ. ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരിക്കലും മനുഷ്യർക്കിടയിൽ അവനെക്കുറിച്ച് ഇല്ലാത്തതോ ഉള്ളതോ ആകട്ടെ നിങ്ങൾ പറഞ്ഞ് പരത്തിക്കൂടാ. വിശുദ്ധമായ റജബ് മാസം മനുഷ്യർക്കിടയിലുള്ള ബഹുമതിയെ, മനുഷ്യത്വത്തെ, മാനവികതയെ നമ്മോട് വിളിച്ചോതുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് മനുഷ്യർക്കൊപ്പമാകണം. മതത്തിന്റെ പേരിൽ കടിച്ചു കീറേണ്ടവരല്ല നമ്മൾ. മതത്തിന്റെ പേരിൽ തീവ്രവാദമോ ഭീകരവാദമോ വിധ്വംസകവാദമോ ഒന്നും തന്നെ അടിച്ചേൽപ്പിക്കേണ്ടവരോ വാദിക്കേണ്ടവരോ അല്ല നമ്മൾ. സൗഹാർദ്ദത്തിൽ ജീവിക്കേണ്ടവരാ, ആ സൗഹാർദ്ദം നിലനിർത്തേണ്ടവരാണ്. തൊഴിലന്വേഷിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു മനുഷ്യനെ നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് അടിച്ചു വന്ന നാടാണ് കേരളം. അപമാനമായി പോയി. കേരളത്തിന് മറ്റു ജനതയ്ക്ക് മുമ്പിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. നിങ്ങൾ വിദേശത്തൊന്നും ചെന്ന് നോക്ക്. വിദേശത്ത് ചെന്നാൽ ഹിന്ദിയാണെന്ന് പറയുമ്പോ കേരളവാലയാണോ അല്ലെങ്കിൽ മലബാരിയാണോ എന്ന് പറയുമ്പോ എന്തോ ഒരു അഭിമാനാണ്. വിദേശത്ത് നിന്നുമ്പോ എന്തോ ഒരു അഭിമാനാണ് വിദേശികളുടെ മുമ്പിൽ, ഏത് നാട്ടുകാരുടെ മുമ്പിലാകട്ടെ. ഇന്ത്യക്കാരുടാണെന്ന് പറയുമ്പോ അടുത്ത ചോദ്യം കേരളവാലയാണോന്നാ. അതല്ല, അറബികളുടെ മുമ്പിലാണെങ്കിൽ പോലും അങ്ങനെയാണ്. കേരളത്തിൽ നിന്നാണോ എന്നാ ചോദ്യം. എന്തോ ഒരു അഭിമാനമുള്ള നാടാ. പക്ഷേ നമ്മൾ നശിപ്പിച്ചു കളയാണ്. മനുഷ്യത്വം മറന്നുകൊണ്ട് നമ്മൾ നശിപ്പിച്ചു കളയാണ് ഈ ബോധങ്ങളെ, ഈ അഭിമാനത്തെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഉപ്പാപ്പമാരുണ്ടാക്കി വെച്ച ഒരു അഭിമാനമുണ്ട്, അത് നമ്മൾ നശിപ്പിച്ചു കളയാണ്. എന്റെ ഈമാനുള്ള സഹോദരന്മാരെ, വിശുദ്ധ റജബ് നമ്മോട് വിളിച്ചു പറയുന്നു, ഈ മാസം വലിയ ബഹുമതിയുള്ള മാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ബഹുമതി കാത്തു സൂക്ഷിക്കേണ്ടവരോട് എല്ലാവരോടും നിങ്ങൾ ബഹുമാനം കാത്തു സൂക്ഷിക്കണം. നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് ബഹുമാനം വേണം. നിങ്ങളുടെ ആരോഗ്യത്തോട് നിങ്ങൾക്ക് ആ ബഹുമാനം വേണം. നിങ്ങളുടെ സമ്പത്തിനോട് ആ ബഹുമാനം വേണം. എങ്ങനെയാണത്? എന്റെ ആരോഗ്യം ഞാൻ നല്ലതിനു വേണ്ടിയേ ചെലവഴിക്കൂ എന്നാണ് തന്റെ ആരോഗ്യത്തോട് നമ്മൾ ചെയ്യുന്ന കൂറ്. എന്റെ സമ്പത്ത് ഞാൻ നല്ലതിനു വേണ്ടി മാത്രമേ ചെലവഴിക്കൂ എന്നാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ സമ്പത്തിനോടുള്ള വലിയ നമ്മുടെ സ്നേഹം. അല്ലേ, ന്യൂ ഇയർ വരാൻ പോവുകയാണ്. ആഘോഷത്തിനും ആർഭാടത്തിനും കൂത്താട്ടങ്ങൾക്ക് ഒരുങ്ങി നിൽക്കുകയാണ് പലരും. അള്ളാഹു നൽകിയ ആയുസ്സും ആരോഗ്യവും സമ്പത്തുമെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ബഹുമതിയുള്ള ഭാഗങ്ങളിലേക്ക് ചെലവഴിക്കണമെന്നാണ് റജബ് നമ്മോട് വിളിച്ചു പറയുന്നത്. ഈ റജബ് അങ്ങോട്ട് കഴിയട്ടെ, അടുത്ത മാസാകാന്ന് ചിന്തിക്കാൻ പോലും പറ്റൂല. കാരണം ശഅബാനാ വരുന്നത്, അത് കഴിഞ്ഞ റമളാനാ വരുന്നത്. മാസങ്ങൾ മാഹാത്മ്യങ്ങൾ നിറഞ്ഞ മാഹാത്മ്യങ്ങളുടെ മാലപ്പടക്കമാണ് വരാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ സമയം എന്തിന് ചെലവഴിച്ചു? നമ്മുടെ സമ്പത്ത് എന്തിന് ചെലവഴിച്ചു? നമ്മുടെ ആരോഗ്യം എന്തിന് ചെലവഴിച്ചു? അള്ളാഹു ബഹുമതി നൽകിക്കൊണ്ട് ബഹുമാനപൂർവ്വം ചെലവഴിക്കാൻ വേണ്ടി തന്ന ആയുസ്സും ആരോഗ്യവും സമ്പത്തും നീ എന്തിന് ചെലവഴിച്ചു എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഈ മാസത്തിൽ അള്ളാഹു വലിയ ബഹുമതി നൽകിയ മാസം, മുഅ്മിനീങ്ങളോട് മനുഷ്യരോട് ബഹുമതിയോടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞ മാസം. ഒരു കുറ്റവാളിയെപ്പോലും നിങ്ങൾ നിങ്ങളുടെ വാക്കുകൊണ്ട് നോവിക്കരുത് എന്ന് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള മഹനീയമായ മാസം അല്ലാഹു തആല വിശുദ്ധമായ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ അത് ചെലവഴിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിന്റെ 71-ാം ആയത്ത്, ومن يطع الله ورسوله, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ആണ് നമ്മൾ വഴിപ്പെടേണ്ടത്. ഇന്ന് നമുക്ക് പലരുമാണ് ഫോളോവേഴ്സ് ഉള്ളത്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ നിയമത്തെയാണ്, ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയമത്തെയാണ്. ആ നിയമങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്താൽ, വമൻ യുതിഇല്ലാഹ വറസൂലഹു, ഈ രണ്ട് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വഴിപ്പെട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ,
ഫഖദ് ഫാസ ഫൗസൻ അളീമാ. നിങ്ങൾക്ക് വിജയമുണ്ട് എന്നല്ല, ഫഖദ് ഫാസ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ഫഖദ് ഫാസ ഫൗസൻ അളീമാ, ഏറ്റവും ഉന്നതമായ വിജയം നിങ്ങൾക്ക് നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.